പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റല ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു പരാജയത്തിന് ശേഷം എനിക്കറിയില്ല എന്നായിരുന്നു കാറ്റല പറഞ്ഞിരുന്നത്. ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല എന്നും ഇതുവരെ നടന്ന മത്സരങ്ങളിൽ ഒന്നും നമുക്ക് അനുകൂലമായില്ല എന്നുമായിരുന്നു കാറ്റല പറഞ്ഞത്. എനിക്ക് ആശങ്കപ്പെടാനുള്ള മറ്റു പല കാര്യങ്ങളും ഉണ്ട്. ഇന്നത്തെ തോൽവിക്ക് മുഴുവനായി റഫറിങ്ങിനെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു രണ്ടാം പകുതിയിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സമനില ഗോൾ നേടാനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഒരു സീസണിൽ ഞങ്ങൾക്ക് മറ്റൊരു വെല്ലുവിളിയും മറ്റൊരു ലക്ഷ്യവുമാണ്. മറ്റൊരു സീസണിൽ ഞങ്ങളുടെ ലക്ഷ്യം ടേബിളിന് മുകളിൽ എത്തുക എന്നായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ലീഗിൽ തുടരുകയും കൂടുതൽ പോയിന്റുകൾ നേടാൻ ശ്രമിക്കുകയുമാണ്. നിലവിൽ ഈ ഒരു സീസണിൽ ഏറ്റവും അവസാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. 4 മത്സരങ്ങളിൽ നിന്നും ഒരു പോയിന്റ് പോലും നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല 4 മത്സരങ്ങളിൽ നിന്നും ഒരേ ഒരു ഗോൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചത്. തീർത്തും സ്ട്രൈക്കേഴ്സിന്റെ എല്ലാം പോരായ്മയാണ് എന്ന് തന്നെ കാറ്റല പറഞ്ഞ മറ്റൊരു കാര്യം എന്തായിരുന്നു, റിസൾട്ടുകളുടെ ഉത്തരവാദിത്വം മുഴുവൻ എന്റേതാണ്. ടീമിനെ ഉണർത്താനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. കാരണം കൂടുതൽ പോയിന്റുകൾ നേടാൻ കഴിയുന്ന ഒരു ടീം നമ്മൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഈ ഒരു തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ കാരണം കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ കാണാനായിട്ട് ആരാധകർ സ്റ്റേഡിയത്തിൽ എത്തുന്നില്ല. അതിനെക്കുറിച്ച് ഡേവിഡ് കാറ്റല പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, സ്റ്റേഡിയം നിറയ്ക്കാൻ ആരാധകർ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കാൻ. കാരണം ഇപ്പോഴത്തെ പ്രകടനത്തിൽ അത് നമ്മൾ അർഹിക്കുന്നില്ല എന്നാണ് കാറ്റല പറയുന്നത്. ആരാധകർ നിരാശരാകുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇനി പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ പ്രകടനമാണ്. ഒട്ടുമിക്ക വിദേശ താരങ്ങളും വളരെ മോശം പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ടീമിൽ ഭേദമെന്ന് തോന്നിയത് കെവിൻ യോക്കും അതുപോലെ തന്നെ മത്തിയാസ് ഹെർണാണ്ടസുമാണ് ഒരു ആവറേജ് സൈനിങ് ആയിട്ട് തോന്നിയത്. ബാക്കിയുള്ള വിക്ടർ ആയാലും അതുപോലെ തന്നെ മാർലോൺ ആയാലും വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വിക്ടറിന് പകരമായിട്ട് ജയ് കുട്ടോൺകോ സ്റ്റാർട്ടിംഗിൽ വരികയാണെങ്കിൽ കൂടുതൽ ഗോളുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.